ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അങ്കന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഇന്ന് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ജനുവരി 18th. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര ഹാപ്പി ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഭയങ്കര ഇമോഷൻസും കൂടെ മിക്സ് ആയിട്ടുള്ള ദിവസമാണെന്ന് പറയാം. കാരണം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുവാണ് അവനെ പ്രസവിച്ചതൊക്കെ. എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസിനും എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും. ഇത്ര പെട്ടെന്ന് കുഞ്ഞ് വലുതായോ ബർത്ത്ഡേ ആയോ എന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അതേ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പം പക്ഷേ മോന് ഇന്ന് വയ്യ, ആൾക്ക് പനിയാണ് 2 ദിവസമായിട്ട്. പെട്ടെന്നൊരു പനി വന്നു. ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പം മക്കൾക്ക് വയ്യാണ്ടാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ പെട്ടെന്നൊരു പനി വന്നു. ആളിപ്പം ഡോക്ടറെ അടുത്തൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പം മൂപ്പർക്ക് വലിയ ഉഷാറൊന്നും ഇല്ല. പക്ഷെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ഒക്കെ അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റ് ഒന്നും മാറ്റിയില്ല. പിന്നെ അങ്ങനെ അപ്പം ഗസ്റ്റൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഡെക്കറേഷൻ പരിപാടികളൊക്കെ താഴെ നടക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, എല്ലാം എൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ പ്ലാനൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ റെഡി ആവണം. മോൻ ഉറങ്ങുവാണ്. ആൾ എണീറ്റിട്ട് വേണം ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഗസ്റ്റ് വരെ ഏകദേശം അപ്പോഴേക്കൊക്കെ എത്തുള്ളൂ. അപ്പം ആളെ കംഫർട്ടാക്കിയും കൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വയ്യല്ലോ, നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കങ്ങനെ കാണാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബലൂൺസ് കുറേ ഉണ്ടായിരുന്നു, ഒക്കെ കുറേ പൊട്ടിപ്പോയി ലാസ്റ്റ് പരിപാടി ആയപ്പോഴേക്കും. പിന്നെ മോൻ്റെ മന്ത് വൈസ് ഫോട്ടോസും ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഫോട്ടോസ് സെക്ഷനായിരുന്നു കേട്ടോ. അപ്പം അവന് എല്ലാവരും കൗതുകമായിരുന്നു. ആദ്യമായിട്ടാണല്ലോ കേക്ക് കട്ട് ചെയ്യണതും കേക്ക് ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും കൊടുക്കുകയും ചെയ്തില്ല. ഞാനും ഏട്ടനും പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ കേക്കൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ. പിള്ളേരിതാ കുഞ്ഞി കൊടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരെയും വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവൻ്റെ കുറച്ച് സിംഗിൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ അടുത്തൊക്കെ ഇരുത്തി കേക്ക് ഇങ്ങനെ കയ്യോടെ എടുക്കണ പോലെയൊക്കെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ആൾ ചെയ്തില്ല. കുറച്ച് ഒരാൾ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഔട്ട്ഡോറായിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സൈക്കിളും അതുപോലെ തന്നെ വണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിലൊക്കെ ഇരുത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബ്രദറും കസിൻസും എല്ലാവരും കൂടെ അതിനുള്ള പുറപ്പാടായിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും ചിക്കൻ 65 ആയിരുന്നു. വെജായിട്ട് നമുക്ക് ഗോബി മഞ്ചൂരിയനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭക്ഷണമൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ട്രിപ്പ് ഇരിക്കാൻ വേണ്ടി അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട്സാണ് ഉണ്ടായിരുന്നത്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് കേക്കാണല്ലോ കൊടുത്തത്, അതുകൊണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഭക്ഷണമൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കഴിച്ചു. ആ ടൈമിൽ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയും ഇവിടെയും അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോസും എടുക്കുന്നുണ്ട്. സോ യെസ്, അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുമ്പം ഈ ടൈമിലൊക്കെ ഞാൻ ഫുഡ് കഴിക്കുക അങ്ങനെ എന്തോ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഞാനതൊക്കെ കാണുന്നത്. സോ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ പുതിയ വണ്ടികൾ കിട്ടി, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒന്നും അറിയുന്നുമില്ല. സോ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? അയ്യോ, എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 3 കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ഒരുവിധം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാം കഴിഞ്ഞു. യെസ്. So guys, hope you enjoy this video and ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.